ഹായ് ഗൈസ്, നമ്മുടെ ജോമെട്രി ഡാഷ് പാർട്ട് 3 ആണ്. ഈ പാർട്ട് 2 എന്നൊക്കെ പാർട്ട് 3 ആണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലെവൽ 1 മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയിരുന്നു, പക്ഷേ എനിക്ക് നടന്നില്ല. അയ്യോ, ഇത് നമ്മൾ ലെവൽ 2 ഗൈസ്. ഞാൻ ലെവൽ 1 ഞാൻ കംപ്ലീറ്റ് ആക്കിയതേ ആണ്. നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ ലാസ്റ്റ് ഒന്ന് കാണണമായിരുന്നു. എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്, ബട്ട് നടക്കത്തില്ല. എനിക്കിനി വയ്യ, ഇനി ആദ്യം തൊട്ട് പോകാൻ. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പോൾ ലെവൽ 2 ആണ്. പിന്നെ ഞാൻ ലാസ്റ്റ് ലെവൽ എന്തായിരുന്നു അതിൻ്റെ പേരെന്നായിരുന്നു, ബ്ലാസ്റ്റ് പ്രോസസ്സിങ്ങോ അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ അത് ഞാൻ മാക്സിമം എത്ര ആയിരുന്നു, ഞാൻ കുറച്ച് കംപ്ലീറ്റ് ചെയ്തു, തുടങ്ങി വെച്ചിട്ടുണ്ട്. പറ്റുന്നില്ല. അത് ശരിക്കും പാടാം. അതിൻ്റെ അകത്ത് കാണുന്ന ഈ മുള്ളൊക്കെ ഇല്ല, ഈ മുള്ളൊന്നും ഇല്ല, പകരം അതിന് എന്തൊക്കെ സാധനങ്ങളൊക്കെ എന്തുവാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മൾ എയറിൽ നിന്നുകൊണ്ട് തന്നെ ചാടുന്ന എന്തൊക്കെയോ സാധനം, പിന്നെ ഒരു ആരോ മാർക്കൊക്കെ. ഇത് ഞാൻ ഒരു 62-67% ഈ ലെവൽ 2 ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട് അയ്യോ ഓക്കെ ഇത് വലിയ കാര്യം പറഞ്ഞു വന്നേ. ഇത് വലിയ ഈസി ഗെയിമാണ്, പറഞ്ഞു വന്നേ ഉള്ളൂ. കിടക്കുന്നു. ഓക്കെ, ഇതിൽ നമ്മളൊരു വിചാരിക്കുന്ന ഒരു 80% മാക്സിമം നമ്മൾ 80% 80% പോയിട്ട് 10 സെക്കൻഡ് പോലും അല്ല, 10% പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നില്ല. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തേക്കുക. ലാസ്റ്റ് ഇവിടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് മറക്കല്ല്. ഈ കമൻറ്റൊന്നും കുറവാണ്. പിന്നെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ലൈക്കും ചെയ്യണം, മറക്കല്ല്. ഓക്കെ ഗൈസ്, നടക്കുന്നില്ല. നടത്തും ഗൈസ്, എങ്ങനെയാലും നമ്മൾ നടത്തിയിരിക്കും. നടക്കുന്നു. അയ്യോ ഗൈസ്, നിങ്ങൾക്ക് ലാസ്റ്റ് ഇനി നമ്മൾ ലാസ്റ്റ് ലെവൽ കളിക്കണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ലാസ്റ്റ് ലെവലാണ് ഞാൻ അടുത്ത വീഡിയോ കളിക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ കളിക്കാം. പിന്നെ അടുത്ത വീഡിയോ ഞാൻ വേണമെങ്കിൽ ഫുള്ള് ലാസ്റ്റ് ലെവലിൽ ഞാൻ കളിക്കാം. ശരിക്കും പാടാം, നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇതൊന്ന് കുറച്ചേലെങ്കിൽ കുറച്ച് ഞാൻ ഒന്ന് പോട്ട് കേസ്. അതല്ലേ എനിക്ക് എന്തോ പോലെ തോച്ചിട്ട് പോയാലേ മനസ്സിന് ഒരു സുഖമില്ല. ഇതേപോലൊക്കെ ആയിപ്പോൾ എനിക്ക് തോക്കുമ്പോൾ എന്തോ പോലെ കേസ് നടക്കുന്നില്ല കേസ്. ബട്ട് നമ്മൾ ശരിയാക്കും. ഇത് സ്ലോ ആവുന്നു, ഒട്ടും അങ്ങോട്ട് പറ്റുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 20% കൂടുതൽ ഈ വീഡിയോയിൽ ഞാൻ പോയിട്ടില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വെച്ചങ്ങ് പോവുക. ഓക്കെ, 20% നമ്മളായിരിക്കുന്നു. നടക്കും. പിന്നെ മേളിലെ നമ്മൾ മറ്റേ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ അവിടെ എത്ര പെർസെൻറ്റേജ് പോകാമെന്നറിയാൻ പറ്റും. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, എന്ത് വരുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ചെറിയ നോയ്സ് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇവിടെ എന്താ അറിയത്തില്ല, ഇന്ന് അങ്ങ് വണ്ടികളൊക്കെ റോക്കറ്റ് പോലെ പോകുന്നു. ഇത്ര നേരം ഒരു കാറും ഒന്നും പോകുന്നില്ലായിരുന്നു. വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കിനും കാറും ബൈക്കും ഒക്കെ എന്തോ സ്പീഡിലാണ് പോകുന്നത്, സൗണ്ടും എൻ്റെ കൂട്ടത്തിൽ. ഓക്കെ, അയ്യോ അവിടെ ഞാൻ അങ്ങ് ജമ്പ് ചെയ്യുക. എന്തോ കഷ്ടമായത്. നമുക്ക് എന്തായാലും ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് 5 മിനിറ്റ് അല്ല, ഒരു അറ്റംപ്റ്റ്. എത്രാമത്തെ അറ്റംപ്റ്റ്? ചത്തു നോക്കിയാലോ. എന്നിട്ട് എത്രാമത്തെ? 20 അറ്റംപ്റ്റ് അറിയാൻ വേണ്ടി ചത്തു നോക്കുക. ഇത് ചെയ്യാന് നമുക്കൊരു 25ാമത്തെ അറ്റംപ്റ്റൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ലാസ്റ്റ് ലെവൽ അങ്ങ് എടുക്കാം. അത്ര വലിയ ലോങ് വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല, ഒരു 10 മിനിറ്റൊക്കെ കാണത്തുള്ളൂ. സോ ഒന്ന് ക്ഷമിക്കാം, നമുക്ക് അടുത്ത വീഡിയോ ഇച്ചിരി വലുതാക്കാം ഗൈസ്. ഓക്കെ, ഈ വീഡിയോയിൽ എനിക്കൊന്ന് ഞാൻ ആദ്യമായിട്ടാണ് തോന്നി ഇവിടെ പറഞ്ഞ് തീർന്നില്ല. എന്തോ കഷ്ടമായി. നടക്കുന്നു. 10 അറ്റംപ്റ്റ് 20 ആവും, 25 ആവും ഗൈസ്. ഓക്കെ, ഇവിടെ ഞാൻ ആദ്യം വന്നപ്പോൾ അങ്ങ് ക്ലിക്ക് ചെയ്യാതെ നേരെ മണ്ടയ്ക്ക് ഒന്ന് ഒറ്റ ഇടി അങ്ങ് ചതഞ്ഞ്.
പണ്ട് ഞാൻ ഇത് കളിക്കുമ്പോൾ ഇത് ഞാൻ 100% കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയുന്നില്ല, ഇപ്പോൾ ഒട്ടും ഇങ്ങോട്ട് പറ്റുന്നില്ല. പിന്നെ ഗ്രാനിയുടെ വല്ല വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അല്ല ഗ്രാനി വേണോ നിങ്ങളെന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഓഫ് ദ റോഡിൻ്റെ അടുത്ത പാർട്ട് 2 വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഓഫ് ദ റോഡ് ഇനി ഇടണമെന്ന് ആലോചിക്കുക, കാരണം അത് ഭയങ്കര മടുക്കുന്ന ഗെയിം. അത് മടുപ്പെന്ന് വെച്ചാൽ അത് പാടാണ്. എനിക്ക് ഓരോ ബിൽഡൊക്കെ ഉണ്ടാക്കാനും ഭയങ്കര മെനക്കേടാണ്. ഒത്തിരി നാൾ എടുക്കും അതിങ്ങനെ. പിന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് ഇങ്ങനെ വീഡിയോ എടുത്താൽ ഇച്ചിരി എടുക്കുവാണെങ്കിൽ ഇച്ചിരി വലിയ വീഡിയോ എടുത്തിട്ടേ കാര്യമുള്ളൂ. ഇത്രയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും മണിക്കൂർ എടുക്കും, എനിക്ക് പറ്റത്തില്ല. അതാണ് ഞാൻ ജോമെട്രി ഡാഷ് ഇടുന്നത്. പിന്നെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും അത് ഇട്ടോളാം. പിന്നെ മാക്സിമം ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്തേ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേരും സബ്സ്ക്രൈബ് ചെയ്യുകയാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. നടക്കുന്നു. ഓക്കെ, പറ്റണ്ട എത്ര കിടക്കുന്നു 28 അതിൻ്റെ ഇടയ്ക്ക്. ഇതൂടെ നോക്കാം കേസ്. ഈ ഒരു ഇതൂടെ നമ്മളൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അടുത്ത ലാസ്റ്റ് ലെവൽ എടുക്കാൻ പോവാണ്. എൻ്റെ ബ്ലാസ്റ്റ് പ്രോസസ്സിങ് കേസ്. യെസ്, ബ്ലാസ്റ്റ് പ്രോസസ്സിങ് നമ്മൾ എടുക്കാൻ പോവാണ്. ഈ ഒരു ഇതൂടെ തീർന്നാൽ അതിന് മുമ്പ് നമുക്ക് എങ്ങനെ 60 അല്ലെങ്കിൽ 70% പറ്റും. യെസ് നടക്കുന്നു. ഓ അല്ലേ, ഇതൂടെ പോകുകയല്ലേ. ഇതൂടെ പോയാൽ ഉറപ്പിച്ചോ ഞാൻ നിർത്തി പോവാണ്. അല്ല, ലാസ്റ്റ് ലെവൽ അങ്ങ് എടുക്കാൻ പോവാണ് ഇതൂടെ കഴിയുമ്പോൾ. ഓക്കെ, പോയി ഗൈസ്. ഇപ്പോൾ എന്തായാലും ഈ ഒരു ലെവൽ എനിക്ക് ഞാനിപ്പോൾ 30 ടൈംസ് അറ്റംപ്റ്റ് 30 ആയിരുന്നു. 30 ടൈംസ് നമ്മൾ നോക്കി, ബട്ട് നടക്കുന്നില്ല. സോ ഞാൻ ലാസ്റ്റ് ലെവൽ എടുത്തിട്ടുണ്ട്, ബ്ലാസ്റ്റ് പ്രോസസ്സിങ്. അപ്പോൾ ഇതിൽ നോർമൽ മോഡ് ഞാൻ 25%, പ്രാക്ടീസ് മോഡ് പോലും ഞാൻ 32% കൂടുതൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് പാടാണ്. ഇതിലെന്ത് സാധനമാണ് എനിക്ക് മനസ്സിലായി. എനിക്ക് പാട്ടുകൂടി ഇട്ട് കളിക്കണമെന്നുണ്ട്, പക്ഷെ പാട്ടുകൂടി ഇട്ടോ കോപ്പിറൈറ്റ് ഇടിക്കും. ഉണ്ടോ ഇതുണ്ടോ എന്താ സാധനം. അതിൻ്റെ ഇടയിൽ കൂടെ മേളിലാക്കി കണ്ടുപിടിച്ച് ഇതിൽ പോകുമ്പോൾ നമ്മൾ മേളിലോട്ടൊക്കെ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ മേളിലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ സ്ലോ ആവുന്നു. അയ്യോ, ഇതെന്താണ് ഒരുമാതിരി വീലല്ലല്ലോ, എന്തോ ഒരു സാധനം കേസ്. പിന്നെ ഇതാണ്ട് ഏറിയൽ വെച്ച് തന്നെ നമ്മൾ ജമ്പ് ചെയ്ത് പോകുന്നത് ഉണ്ട്. അയ്യോ, ഇടിച്ച്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ താഴോട്ട് ഇറങ്ങുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു. ഓക്കെ, എന്ന് നോക്കിയോ. ശരിക്കും പാടാ കേസ്. ഇടിച്ചിട്ട് ഇല്ല. ഓക്കെ, പോയി. ഇത് കഴിഞ്ഞൊരു കിടില സാധനമുണ്ട്, മറ്റേ ഒരു ആരോ മാർക്ക് പോലത്തെ ഒരു സാധനമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത് ഒടുക്കത്തെ പാടാ കേസ്. ആ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മേളിലോട്ട് പോവും, ക്ലിക്ക് ചെയ്യാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ താഴോട്ടും പോകും കേസ്. അങ്ങനത്തെ ഒരെണ്ണമാണ്. നമ്മൾ ഈ ജോമെട്രി ഡാഷിൻ്റെ ഷോർട്സിലോ അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വെളിയിലുള്ളവരൊക്കെ ഇതിങ്ങനെ ഇടുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കമ്പ്യൂട്ടറിലൊക്കെ കളിച്ച് മൗസിൽ നടക്കുന്നു. നടക്കുന്നില്ല. നടക്കും ഗൈസ്. യെസ് ഇവിടത്തെ പിന്നെ ഇച്ചിരി പാടാ. കണ്ടോ. അയ്യോ, ഇല്ല. എത്ര % ആയിരുന്നു നോക്കിയില്ല. യെസ്, നമുക്ക് ഓട്ടോ റീപ്ലൈ വേണ്ടായിരുന്നു. തോറ്റു കഴിഞ്ഞ് ഓട്ടോ റീപ്ലൈ വേണ്ടായിരുന്നു. അതാ നടക്കുന്നു. നമുക്കൊരു അറ്റംപ്റ്റ് 20 ആകുമ്പോഴത്തേക്കിന്, ഒരു അറ്റംപ്റ്റ് 20 ആകുമ്പോൾ നമുക്ക് നിർത്താം ഗൈസ്. ഈ വീഡിയോ ഞാൻ എൻഡ് ചെയ്യുവാണ്. ഓക്കെ, കാരണം ഇത് ചെറിയൊരു വീഡിയോ ഗൈസ്. നമുക്ക് ഓവറാക്കുന്നില്ല. ഞാൻ എന്തായാലും നിർത്തുവാണ് ഗൈസ്. ഒരു അറ്റംപ്റ്റ് 25 ആവട്ടെ. 25 മുമ്പ് എങ്ങനെയില്ല ആരോ മാർക്കിൽ ഒന്നുകൂടെ പോയാലും സമാധാനമായേനെ. എനിക്ക് ഈ ഏറിൽ വെച്ചൊക്കെ ആ ജമ്പ് ചെയ്യുന്ന സാധനം ഇത് അതെനിക്കിപ്പോൾ ഒട്ടും പറ്റുന്നില്ല. നമുക്കൊരു 22 പിടിക്കാം. നമുക്കൊരു 22 ആക്കാം. ഒരു 23 ആക്കാം. നമുക്ക് 23 ഫിക്സ് കേസ്. 24 ആക്കാം.
25 ഫിക്സ്, അതിൽ കൂടുതലില്ല. 25 ഫിക്സ്, 26 25 മേളിൽ പോകത്തില്ലേ. അതിന് മുമ്പ് എനിക്ക് ആരോ മാർക്ക് പിടിക്കണം. ഇപ്പം തന്നെ 22ാമത്തെ അറ്റംപ്റ്റാന്ന് തോന്നുന്നു. ഓക്കെ യെസ്. ഇവിടത്തെ പിന്നെ വലിയ കുഴപ്പമില്ലെന്ന് വിചാരിക്കേണ്ട. ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്നപ്പോൾ ഇതൊക്കെ എന്തുവാന്ന് വിചാരിച്ചേ. എനിക്ക് അത്ര ഭ്രാന്ത് പിടിച്ചു പോയത്. 23. ഓക്കെ, ആവണ്ട് പോകുന്നു. 24 വയസ്സ്. ഇനി 2 അറ്റംപ്റ്റുകളേ ഉള്ളൂ. അതിന് മുമ്പ് നമുക്ക് ആരോ മാർക്കിൽ ഒന്നുകൂടെ മതി. ഓക്കെ, ഇതിൽ നമ്മൾ ആരോ മാർക്ക് പിടിക്കും. യെസ്. ആണ്ട് കിടക്കുന്നു. പോയി. അല്ല, ഒന്നുകൂടെ പിടിക്കാം. ഞാൻ അതിൽ ആദ്യമേ അങ്ങ് പോയി, അല്ലെങ്കിൽ നിർത്തായിരുന്നു. അല്ല, ഞാൻ ഇതെവിടെ പോവാ? എന്തായാലും ഇങ്ങ് വരെ എത്തിയില്ല, അതുകൊണ്ട്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, അത്ര ലോങ് ഒന്നും ആക്കിയില്ല. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. പിന്നെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ടും കാണാം. അതിലേക്കും ബൈ.